ഹലോ ഹായ് വ്യൂവേഴ്സ്, ഞാൻ സ്മിത ആൽബി. ഞാൻ ഇന്നുള്ളത് അക്ഷയമായിട്ടാണ്. അക്ഷയ കുളപ്പടയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇന്നലെ റിസപ്ഷൻ മേക്കപ്പ് ഉണ്ടായിരുന്നു, ആളുടെ വീട്ടിൽ വെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിസപ്ഷൻ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഭയങ്കര ആൾക്ക് ഇന്നലെ AC ഒന്നും ഇല്ല അല്ലേ? നമുക്ക് AC ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു പാടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ ഇത്രയും ലെങ്ത് ഉള്ള ഹെയറിനെ ഞാൻ അയച്ചിടുകയാണ് ചെയ്തത്. ആ ഹെയർ കാണാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് നന്നായിട്ട് അയച്ചിരുന്ന് നല്ല ഓപ്പൺ ആയിട്ട് ഇട്ടിരുന്നു. ആ ഒരു സ്റ്റൈലായിരുന്നു. ഇന്നലത്തെ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. റോഡ് സൈഡിലാണ് അവരുടെ വീട് വന്നിട്ട്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി പോലും ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. അതിന് മുമ്പ് ബന്ധുക്കളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ? അക്ഷയ്ക്ക് ബന്ധുബലം കൂടുതലാണ് കേട്ടോ. ഇഷ്ടംപോലെ ബന്ധുക്കളായിരുന്നു അതിനകത്ത് നിറച്ച് അല്ലേ? അനിയത്തി നിപ്പുണ്ട്, അനിയത്തി ഇങ്ങനെ കുളിച്ച് എന്താ പറയുക സുന്ദരിയായിട്ട് നിപ്പുണ്ട്. അതുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വരത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരെയും സലൂണിലൊന്നും അങ്ങനെ അധികം പോവാത്ത ആളാണ്. ത്രെഡിങ്ങോ അങ്ങനെ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയിട്ടാണ് നമ്മൾ അക്ഷയക്കുട്ടിയെ ഒന്ന് ത്രെഡൊക്കെ ചെയ്ത് ഒന്ന് അടിപൊളിയാക്കി എടുത്തത്. ഫേഷ്യൽ പോലും ചെയ്യാൻ പേടിയാണ്, അത്രയും അവർ ഹെയർ ആയാലും സ്കിന്നായാലും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. സ്കിന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ഇന്ന് നമുക്ക് ക്രിസ്ത്യൻ മാരേജ് ആണ്. അപ്പോൾ ഇന്ന് ഗൗണിലാണ് ഉള്ളത്. ഇപ്പം ഞാൻ ഗൗണ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, കാരണം വൈറ്റ് ഗൗൺ ആയതുകൊണ്ട് ഞങ്ങൾ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഇതിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് വെച്ചേക്കുവാണ്. എന്തായാലും ആഫ്റ്റർ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് കാണാം. എന്തായാലും റിസപ്ഷൻ മേക്കപ്പ് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ആൾക്ക് കുറച്ചുകൂടെ കളർ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി കൂടെ വൈറ്റ് ആക്കി ചെയ്യണം ചേച്ചി എന്നാണ് റിക്വസ്റ്റ്. അപ്പൊ ഞാൻ പരിഗണിക്കുന്നുണ്ട്. ഓൾറെഡി ഇന്നലെ ആളുടെ സ്കിൻ ടോൺ മേക്കപ്പ് ആണ് ഞാൻ ചെയ്തത്, ടോൺ ടു ടോൺ ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ആൾക്ക് അത്രയും മേക്കപ്പിൽ അവർക്ക് കംഫർട്ട് വന്നു എന്നാണ് അതിനർത്ഥം. കാരണം സെൽഫായിട്ട് നമ്മളൊരു സ്കിൻ ടോൺ മേക്കപ്പ് ആണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ബ്രൈഡ് വന്നിട്ടുള്ളത്. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നമുക്കതൊരു ഫെയർ ആക്കി ചെയ്ത് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം ലാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. എന്താണ് മൗനം മായാനായി മാത്രം എന്താണ് അപ്പോൾ നമ്മുടെ അക്ഷയയുടെ മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്ഷയ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലത്തെക്കാളും ഭയങ്കര കിടുവായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ഥലം കുറച്ച് ചേഞ്ച് വന്നപ്പോൾ അല്ലേ അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് സലൂണിലാണ് ആളുള്ളത്. അക്ഷയ എങ്ങനെ ഉണ്ടായിരുന്നു മേക്കപ്പ്? എനിക്ക് ഒരുപാട് ഇഷ്ടമായി, സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ അക്ഷയ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അവള് ഭയങ്കര നാണം കുടുങ്ങിയാണ് കേട്ടോ. ഇച്ചിരി നാണക്കാരി കുട്ടിയാണ് പക്ഷേ ഓക്കെ. എന്നാലും ഇന്നലെ ലാസ്റ്റ് ചെയ്തോടോ മേക്കപ്പ് നന്നായിട്ട്? റിസപ്ഷനിലെ 7 hours വരെ ഇന്നലെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ സന്തോഷം. ഒന്നും ചെയ്തിട്ടില്ലല്ലോ, മേക്കപ്പ് നൈസായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആള് ഇന്നലത്തെ മേക്കപ്പിൽ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഇന്ന് കുറച്ചുകൂടെ കോൺഫിഡന്റ്. നോർമലി ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേക്കപ്സ് ആണ് കൂടുതലും. ലിപ്സ്റ്റിക് ഷെയ്ഡിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക റെഡ് പുള്ളിക്കാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡ് ആണ് ഇന്ന് പുള്ളിക്കാരുടെ ഇഷ്ടത്തിനാണ് ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് ഞാൻ ഇന്ന് കൊടുത്തത്. എന്തായാലും മൊത്തത്തിൽ ഔട്ട്ലുക്കിൽ അല്ലേ സാറ്റിസ്ഫൈഡ് അല്ലേ? പിന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം താങ്ക് യു സോ മച്ച്.